എല്ലാവരും കണ്ടോളൂ, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പപ്പായ മിൽക്ക് ഷേക്കാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ നല്ല പഴുത്ത പപ്പായ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പപ്പായാണ് കേട്ടോ, കടയിൽ നിന്നൊന്നും വാങ്ങിയതല്ല. അപ്പോൾ ഞാനിതുപോലെ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജ്യൂസ് ജാർ എടുത്തിട്ട് അതിലേക്ക് ഈ പപ്പായ മുഴുവനായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് നേരം തണുപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് മിൽക്ക് ഷേക്ക് ഒന്ന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാഷ്യൂനട്ടും അതുപോലെ തന്നെ ഡേറ്റ്സും കൂടെ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 10 ഡേറ്റ്സ് കുരു കളഞ്ഞിട്ട് അതുപോലെ തന്നെ 8-10 കാഷ്യൂനട്ടും കൂടെ ഒരു അരമണിക്കൂർ നേരം വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ മധുരത്തിന് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാര ചേർക്കുന്നില്ല. അപ്പോൾ ഡേറ്റ്സും മധുരമുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പപ്പായ നല്ല മധുരമുണ്ട് കേട്ടോ. അപ്പോൾ ഈ കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ആകുമ്പോൾ നല്ല കറക്റ്റായിട്ടുള്ളൊരു മധുരമാണ്. ഇനി നമുക്കിതിലേക്ക് പാലും കൂടി ഒഴിച്ച് കൊടുക്കാം. നല്ല തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ് കേട്ടോ, ഒരു 1/2 ലിറ്ററോളം ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഇതിലേക്ക് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ പപ്പായ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ളൊരു മിൽക്ക് ഷേക്കാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഐസ്ക്രീമൊക്കെ വിട്ട് വേണമെങ്കിൽ അടിച്ചെടുക്കാം. അപ്പോൾ ഞാനതൊന്നും വിട്ടിട്ടില്ല. ഇനി നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് പപ്പായ ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്കാണ്. നമ്മൾ നോമ്പ് തുറന്ന ഉടനെയൊക്കെ ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ മതിയിട്ട് നമ്മുടെ ക്ഷീണവും തളർച്ചയൊക്കെ പമ്പ കിടക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരെ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ.